വിശാഖിനെ കാണാൻ വരുന്ന ശ്രീറാം ചന്ദ്രശേഖർ. നിഖിലിന്റെ ഹോട്ടലിൽ നിന്ന് വിശാഖിനെ അറസ്റ്റ് ചെയ്യുന്ന അജിത്തും സംഘവും. ശ്രീറാം വിശാഖിന്റെ കൂടെയുള്ളതായി അജിത്ത് സൈമണിനോട് വിളിച്ചു പറയുന്നു. പോലീസ് കസ്റ്റഡിയിൽ വിശാഖിനെ ചോദ്യം ചെയ്യുന്ന സൈമൺ പണിക്കർ. മയക്കുമരുന്ന് കിട്ടാത്തതുകൊണ്ട് വിശാഖ് അതിന്റെ വിഷമാവസ്ഥ കാണിക്കുന്നു. കന്യാകുമാരിയിൽ എന്തിനു പോയി എന്ന ചോദ്യത്തിന് തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ഉപ്പാപ്പനാണെന്ന് പറയുന്നു. മയക്കുമരുന്ന് ഉപ്പാപ്പന്റെ അടുത്ത് പോയി വാങ്ങിത്തരാമെന്നും അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്നും സൈമൺ വിശാഖിനോട് പറയുന്നു. SP ഓഫീസിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ശ്രീറാമിന്റെ വിശ്വസ്തയായ ഒരു വനിതാ കോൺസ്റ്റബിൾ അയാളെ വിളിച്ചു പറയുന്നു. സേവ്യറിന്റെ വീട്ടിലേക്ക് വരുന്ന സൈമണും വിശാഖും. വിശാഖ് അകത്ത് കയറി ഒരു സംഗീത ഉപകരണത്തിൽ നിന്ന് മയക്കുമരുന്നെടുത്ത് അത് ഉപയോഗിക്കുന്നു. അവിടേക്ക് വരുന്ന സൈമൺ. അയാളെ കണ്ട് ഞെട്ടുന്ന സേവ്യർ. വിശാഖിനെയും സേവ്യറെയും SP ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. വിശാഖിനെയും സേവ്യറെയും ചോദ്യം ചെയ്യുന്ന സൈമൺ പണിക്കർ. ഇതിനെതിരെ പ്രതികരിക്കുന്ന സേവ്യർ. സൈമൺ അയാളെ മർദ്ദിച്ച് അവശനാക്കുന്നു. വിശാഖിന്റെയും സേവ്യറുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ശ്രീറാമിനോട് വിളിച്ചു പറയുന്ന വനിതാ കോൺസ്റ്റബിൾ. ഗീതികയെ കസ്റ്റഡിയിലെടുക്കാൻ SP സമ്മതം ചോദിക്കുന്ന സൈമൺ. മെന്റൽ ഹോസ്പിറ്റലിൽ വന്ന് ഗീതികയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്ന സൈമണും സംഘവും. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി നാളെ അവസാന എപ്പിസോഡ്. നടക്കടി, നടന്നുകൊണ്ട്. ശ്രീറാം, അവരവളെ കൊണ്ടുപോയി. ആ സൈമൺ SP ഓഫീസിലേക്കായിരിക്കും, ഉറപ്പാ. ആ ശരി ശരി ശരി. ഇത് സുമാൻഡിയുടെ വീടല്ലേ? അതെ, ഇത് സുമാൻഡിയുടെ വീടാ. ഞാനിവിടെ വന്നിട്ടുണ്ട്. ഹായ് അങ്കിള്. സുമാൻഡി എന്തേ? സുമാൻഡി എവിടെ? സുമാൻഡി മാത്രമല്ല, നിന്റെ അമ്മയുണ്ടോ? അമ്മയുണ്ടോ? ഹായ്, എനിക്ക് അമ്മയെ കാണണം. പക്ഷെ അമ്മ ഓഫീസിൽ നേരത്തെ വന്നോ? ആ, അപ്പൊ അമ്മ എന്നെ പറ്റിക്കുവോ? എനിക്ക് അമ്മയെ കാണാം. എന്തായാലും എനിക്ക് അമ്മയെ കാണണം. ഞാനിവിടെ എപ്പോ വന്നാലും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. ഞാൻ കളിക്കാൻ പോവാ. അമ്മ എന്നെ ഒന്ന് നോക്കിക്കോളും. ഓക്കെ, ഞാൻ കളിക്കാൻ പോവാ. ഞാൻ ഇപ്പൊ കളിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ഇങ്ങോട്ട് വരാൻ തള്ളയുടെ മോനെ ഞാൻ തീർന്നു പറയാ. അമ്മ നിന്നെ ഇങ്ങോട്ട് വരാൻ. എന്റെ അമ്മ വീട്. എന്റെ അമ്മ. അമ്മ പറയടി. നിന്റെ മോക്ക് പാട്ടുണ്ടോ? നിങ്ങളുടെ ഈ മോക്ക് ഭ്രാന്തുണ്ടോ? ഉണ്ടോ? പറ. നിങ്ങൾ നൊന്ത് പ്രസവിച്ചതല്ലേ? നിങ്ങൾ പ്രസവിച്ച കൊച്ചിന് ഭ്രാന്തുണ്ടോന്ന്? നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മൂത്ത മോളും പറഞ്ഞു ഈ കൊച്ചിന് ഭ്രാന്തില്ലാന്ന്. പ്രസവിച്ചത് നിങ്ങളല്ലേ? നിങ്ങൾ പറ. അതെ, അവൾക്ക് അസുഖമുണ്ട്, ചികിത്സയില്ല. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. സരിത, പറ.
നിർത്ത്. ഞാൻ പറയാം. ഞാൻ അഭിനയിച്ചതാ, കൂടുതൽ ഞാൻ അഭിനയിച്ചതാ. എനിക്ക് ഭ്രാന്തില്ല, ഞാൻ അഭിനയിച്ചതാ. അമ്മ വെറുതെ വിടണം, അമ്മ പാവാ. ഞാനാ ചെയ്തത്. അമ്മ വെറുതെ വിടണം. എന്റെ അമ്മ പാവാ. ഞാനെല്ലാം ചെയ്തത്. ഞാനെല്ലാം ചെയ്തത്. കൊണ്ടുപോയിക്കോ. ഞാൻ പറഞ്ഞില്ലേ ചീനു, ഇത് അപകടമാവുന്ന. നമ്മൾ പേടിച്ചു തന്നെ സംഭവിച്ചു. ഇനി നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പെട്ടുപോയി. കോർട്ടിൽ ചാർജ് ഷീറ്റ് വന്നാൽ അതിലെല്ലാം ഉണ്ടാവും. ഗീതികയെ സേവ് ചെയ്യാൻ ശ്രമിച്ചതും അവളുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഉള്ള സൈബർ രേഖകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചതും ഒക്കെ അയാൾ കൃത്യമായി കേസ് ഡയറിയിൽ എഴുതി ചേർക്കും. അത് ഉറപ്പാ. കോടതിയുടെ മുന്നിൽ നിന്റെ ഉദ്ദേശം എന്തായിരുന്നെന്നോ നിന്റെ ഇന്റൻഷൻ നല്ലതാണെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതാരും വിശ്വസിക്കില്ല. നിനക്ക് വേണ്ടപ്പെട്ട ചിലരെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും നിയമവ്യവസ്ഥയും ചീറ്റ് ചെയ്തൊരു ഓഫീസർ. അങ്ങനെയാവും അവസാനം നിനക്കെതിരെയുള്ള ചാർജ്. ഞാൻ എന്ത് ചെയ്താലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കേസിൽ നല്ലതെന്ന് കരുതി നമ്മൾ ചെയ്തതൊക്കെ ബാക്ക്ഫയർ ചെയ്തു. ആ വിശാഖിന്റെ കൂടെ നിന്നെ ഹോട്ടൽ റൂമിൽ കണ്ടത് ഈ കേസിൽ നിന്നെ കയറി കുരുക്കും. നമ്മൾ ഫൂളിഷ്നെസ്സാ കാണിച്ചത്. ചെയ്തതൊക്കെ നല്ലതിനായിരുന്നു. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഇല്ലാതായിപ്പോയി. അങ്ങനെയല്ല ആമി, എനിക്കുറപ്പുണ്ട് ഞാനങ്ങനെ വിട്ടുകൊടുക്കില്ല. അവളോ അവനോ ആരോ ഒരാൾ, ആ യഥാർത്ഥ കുറ്റവാളി നമ്മുടെ എല്ലാ നീക്കങ്ങളും മുൻകൂട്ടി അറിഞ്ഞ് നമ്മളെ ചതിക്കുക, നമ്മുടെ വഴികൾ ബ്ലോക്ക് ചെയ്യുക. ഇനി അത് പറ്റില്ല. എന്ത് വില കൊടുത്തും ഞാൻ ആ കുറ്റവാളിയെ കണ്ടെത്തും. കണ്ടെത്തിയിരിക്കും. നീ വണ്ടി കയറി. ആർ യു ഷുവർ സൈമൺ? ഷുവർ സർ. ഒരിക്കൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസാ. കേരളത്തിൽ ഇത്രമാത്രം കോൺട്രവേഴ്സി ഉണ്ടാക്കിയ മറ്റൊരു ക്രിമിനൽ കേസില്ല. ഇനിയൊരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർ 1.5 മാസം കൊണ്ട് ഇത് ഇത്തിരി തിടുക്കം കൂടി പോയോന്നാ സാറിന്റെ ചോദ്യം. ഈ കേസിൽ ഇനി കോടതിയിൽ നിന്ന് അടി താങ്ങാനുള്ള ശേഷി കേരള പോലീസിനില്ല. ഇല്ല സർ, ഞാൻ 100% കോൺഫിഡന്റ്. ശ്രീറാം ചന്ദ്രശേഖർ മുമ്പ് സമർപ്പിച്ച ചാർജ് ഷീറ്റിലെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതെന്തുകൊണ്ട് സംഭവിച്ചു, സത്യം മറയ്ക്കാൻ ആരൊക്കെ കൂട്ടുനിന്നു, ഇതിനൊക്കെയുള്ള മറുപടി ഈ കുറ്റപത്രത്തിലുണ്ട്. സോ യു ആർ കോൺഫിഡന്റ്? അബ്സല്യൂട്ട്ലി സർ. ദെൻ കം ഓൺ, ബ്രീഫ് മീ. സർ, ഞാൻ പ്രതികളെ തന്നെ വിളിപ്പിക്കാം. അവരുടെ മൊഴി അവരുടെ വായിന്ന് കേൾക്കുന്നതല്ലേ സർ ഏറ്റവും നല്ലത്. ഓക്കെ, ക്യാരി ഓൺ. അജയ് സർ, ഗീതിക പറയൂ, എങ്ങനെ? തുടക്കം മുതൽ പറയണം. അന്ന് രാത്രിയിലെ കൊലപാതകത്തിലേക്ക് ഗീതിക നയിച്ച സംഭവങ്ങളുടെ തുടക്കം എങ്ങനെയാണ്? പറയൂ, അങ്ങോട്ട് നീങ്ങി നിന്ന് പറയണം. സാറിന് കേൾക്കേണ്ടതാണ്. വരൂ.
പറയൂ. ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാളാ കാർത്തിക്. ഞാനും കാർത്തിക്കും തമ്മിൽ. ഉറക്കെ പറയൂ, സാർ കേക്കട്ടെ. ഞാനും കാർത്തിക്കും തമ്മിൽ വളരെ പെട്ടെന്ന് അടുത്തത്. എനിക്കൊന്നും തുറന്നു പറയാൻ കഴിയുന്ന അത്രയ്ക്ക് അടുപ്പുള്ള ഒരാള്. എത്ര കാലം കൊണ്ടാ നിങ്ങൾ അത്രയും അടുത്തത്? ഒരു 1.5 വർഷത്തോളം ഞങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അന്ന് ആ റിസപ്ഷൻ ദിവസം ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ? മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ കാണാൻ റൂമിലേക്ക് കയറി വരാമെന്ന് പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? അമ്മ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചില്ലല്ലോ? ഇല്ല. ആന്റീനും തിരക്കുന്നുണ്ട്. നോക്കിയിരിക്കോ അമ്മ. മോള് കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. വാ. അതെ, നിങ്ങൾ കഴിച്ചോട്ടോ. ശരി. അപ്പോഴീ കാർത്തിക് എന്നുള്ള പേരും അയാൾ പറഞ്ഞ അറിവുമല്ലാതെ അയാളെക്കുറിച്ച് മറ്റൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലേ? ഇല്ല. എന്നിട്ട് പറയൂ, സാറിൻ്റെ അടുത്ത് പറയൂ. എന്നിട്ട് പറയൂ, സാറിൻ്റെ അടുത്ത് പറയൂ. അയാള് റൂമിലേക്ക് കയറി വന്നു. ആ മ്യൂസിക് ബാൻഡിന്റെ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഒരാള്. അങ്ങനെ ഞാൻ ആദ്യം കരുതിയത്. സംസാരത്തിനിടയിൽ പതിയെ അയാളുടെ സ്വഭാവം മാറി. രക്ഷപ്പെടാൻ പെട്ടെന്ന് കറണ്ട് പോയത്. കറണ്ട് ഇതുവരെ വന്നില്ലല്ലോ. പിള്ളേരൊക്കെ എവിടെയാ? ഇവിടൊക്കെ തന്നെ ഉണ്ട്. അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ശ്രീദേവി, സുരേന്ദ്രൻ എവിടെയാ? ജനറേറ്ററിന്റെ ആള്. അയാൾ ആ സൈഡിലുണ്ട് മഹിയേട്ടാ, അങ്ങോട്ട് പോയാൽ മതി. സൂക്ഷിച്ച്. സുരേന്ദ്ര, അത്യാവശ്യ സമയത്ത് കറണ്ട് പോയില്ല. എവിടെയാ? ഞാൻ വന്നൂന്ന്. ഇതിനകത്ത് ഇന്ധനമൊന്നും ഇല്ലേ? കരട് കേറിയതാ. 2 ദിവസമായിട്ട് ഒരേ വലിവ. കംപ്ലൈന്റ് ഉള്ള സാധനമാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരുന്നത്. ഇപ്പൊ ശരിയാക്കി തരാമോ? ഇങ്ങോട്ടൊന്ന് അടിക്കണോ? കറണ്ട് ഇതുവരെ വന്നില്ലല്ലോ.
മാസ്ക് ഒക്കെ ഇട്ട് വന്നേ? എനിക്ക് ഈ മുഖം കാണേണ്ടേ. പാട്ടുകാരനാണെന്നൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. മാസ്ക് മാറ്റുന്നേ, അതൊക്കെ സോങ്ങില്. നീ എന്റെ മുഖത്തെയാണോ ഇഷ്ടപ്പെടുന്നത്, അതോ എന്നെയാണോ? ഈ മുഖം എത്ര വികൃതമായാലും എങ്ങനെയായാലും നീ എന്നെ സ്നേഹിക്കോ? ഞാൻ സ്നേഹിച്ചത് ഈ മനസ്സിനെയാ, മുഖത്തെ അല്ല. എങ്കിലും ഈ മുഖം ഒന്ന് കാണണം. എങ്കിലെന്തിനാ മുഖം കാണുന്നത്? അതല്ലേ നല്ലത്? അതല്ലേ നല്ലതെന്ന്. അമ്മേ, അമ്മേ, എന്താ? അമ്മ, എന്താ? എന്ത് പറ്റി? എന്താ? അമ്മ, അമ്മ, എന്താ മോളു? അമ്മ, വാ. മോളെ, എന്താ മോളെ? അയ്യോ, എന്താ? എന്താ തെറ്റിപ്പോയമ്മ, എന്താ നീ പറയുന്നേ? തെറ്റിപ്പോയമ്മ. എന്താ? എന്ത് പറ്റി? അമ്മ, അത് കണ്ടോ? എവിടെ? ഇനി ബാക്കി പറയേണ്ടത് ഭദ്ര മഹേന്ദ്രനാണ്. ഭദ്ര മഹേന്ദ്രൻ പറയണം. കുട്ടി മാറൂ. പറഞ്ഞോളൂ. പക്ഷെ ആ ഫംഗ്ഷൻ നടന്ന അതേ ദിവസം അതേ സമയം ജൂഡ് കൊല്ലപ്പെടുവാൻ വേറെ ചിലരും ആഗ്രഹിച്ചിരുന്നു. അവരത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അവരാണ് ഈ കേസിലെ 3ഉം 4ഉം പ്രതികൾ. ഇനി ബാക്കി പറയേണ്ടത് ഭദ്ര മഹേന്ദ്രനാണ്. ഭദ്ര മഹേന്ദ്രൻ പറയണം. കുട്ടി മാറൂ. പറഞ്ഞോളൂ. ഞാൻ ഇവളെയും കൂട്ടി റൂമിലേക്ക് പോയി. നടന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി. അത് ജൂഡാണെന്നും മരിച്ചുപോയെന്നും മനസ്സിലായപ്പോൾ പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായി. എത്രയും പെട്ടെന്ന് മോളുവിനെ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുത്താനേ ഞാൻ വിചാരിച്ചുള്ളൂ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ആ ബോഡി തള്ളി റൂമിൽ നിന്ന് പുറത്തേക്കിട്ടത് ഞാനാണ്.
തറയൊക്കെ കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. ആ മെമന്റോ ഞാൻ കായലിലേക്ക് വലിച്ചെറിഞ്ഞു. സാർ അന്നേരമൊക്കെ എൻ്റെ മോള് അവള് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതാ എല്ലാം പോലീസിനോട് പറയാമെന്ന്. ഞാനാ സമ്മതിക്കാഞ്ഞ, ഞാനാ എൻ്റെ പൊട്ടത്തരത്തിൽ തോന്നിയതാ. പ്ലീസ് സാർ, ഇവളെ വെറുതെ വിടണം. പ്ലീസ്, അവളെ വെറുതെ വിടണം. അവളൊരു പാവാ. പ്ലീസ്. നിങ്ങൾ എന്താ പറയുന്നത്? ഈ കുട്ടിയെ വെറുതെ വിടാനോ? സർ, ഈ കേസിലെ ഒന്നാം പ്രതി ഈ കുട്ടിയാണ്. ഈ കുട്ടി മൊമെന്റോ കൊണ്ട് ജൂഡിന്റെ തലക്കടിച്ചതുകൊണ്ടാണ് ജൂഡ് കൊല്ലപ്പെടുന്നത്. ജൂഡിന്റെ മരണത്തിന്റെ പ്രധാന സംഭവം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയാണ് യഥാർത്ഥ പ്രതി. സർ, എന്റെ മോള് പാവം, അവളെ വെറുതെ വിടണം. എന്നെ ശിക്ഷിച്ചു. മഹേന്ദ്രൻ, മാറി നിൽക്കേ. സർ, ഇതാണ് സംഭവിച്ചത്. യാദൃശ്ചികമായിട്ട് നടന്നൊരു കൊലപാതകം. മകൾ ചെയ്ത കുറ്റം മറച്ചുവെക്കാൻ അമ്മ കൂട്ടുനിന്നു. ആ ബോഡി അവരാ മുറിയിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ടു. ഭദ്രാമഹേന്ദ്രൻ, നിങ്ങൾ ആ ബോഡി വീടിന് പുറത്തേക്കിട്ടൂന്നല്ലേ പറഞ്ഞത്? പക്ഷേ ജൂഡിന്റെ ബോഡി കായൽക്കരയെന്നല്ലേ കിട്ടിയത്? അതെ സർ, ഗീതിക ജൂഡിനെ കൊന്നത് യാദൃച്ഛികമായിട്ട് തന്നെയാ. പക്ഷെ ആ ഫംഗ്ഷൻ നടന്ന അതേ ദിവസം, അതേ സമയം ജൂഡ് കൊല്ലപ്പെടുവാൻ വേറെ ചിലരും ആഗ്രഹിച്ചിരുന്നു. അവരത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അവരാണ് ഈ കേസിലെ 3ഉം 4ഉം പ്രതികൾ. അജിത് സാർ, വിളിക്കേ. ഇങ്ങോട്ട് മാറി നിൽക്കടാ.